ഹേ ഗായ്സ്, അമ്പൂട്ടിലെ മൃദുലയ്ക്ക് ഇന്ന് ചെറിയൊരു പനി കേട്ടോ. സാധാരണ വീട്ടിലേക്ക് പനി കൊണ്ടുവരുന്ന ഒരു ദുഷ്പേര് എനിക്കായിരുന്നു. ഇന്ന് 2 പേർക്ക് ഒന്നിച്ച് വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. പനി വന്നു കഴിഞ്ഞാൽ 2 തരം ആൾക്കാരാണുള്ളത്. ചില ആൾക്കാർ കഞ്ഞി മാത്രമേ കുടിക്കൂ. പക്ഷേ ഞാൻ അമ്പൂട്ടിന് ആ കാറ്റഗറി അല്ല. പനി വന്നാലും നമുക്ക് നല്ല ലാവിഷായിട്ട് ഫുഡ് കഴിക്കണം. എനിക്ക് ബിരിയാണി കിട്ടിയാൽ അത്രയും സന്തോഷം, സീരിയസ് ആയിട്ട്. അങ്ങനത്തെ കാറ്റഗറി ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിള്ളേരെ നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ. പക്ഷേ അടുക്കള കയറി എന്തുണ്ടാക്കും എന്നുള്ളതായിരുന്നു ഒരു കൺഫ്യൂഷൻ. അങ്ങനെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിരിക്കുന്ന മലക്കറിയും പച്ചക്കറിയൊക്കെ എടുത്ത് രണ്ടൊന്നില്ലേ എന്തെങ്കിലുമൊക്കെ ഇട്ട് കാട്ടിക്കൂട്ടുക എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ്. ഒരു ഐഡിയ ഇല്ലാതെ അടുക്കള. ഇതിനിപ്പോൾ എന്ത് പേരിട്ടാ പറയാ? നമുക്കിപ്പോൾ തൽക്കാലം വെജിറ്റബിൾ ബിരിയാണി എന്ന് പേരിടാല്ലേ. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടിയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് സോയാ ചങ്കാണെങ്കിൽ ഷെൽഫിൽ ഇരുന്ന് തന്നെ മാടി വിളിച്ച് ചില സാധനങ്ങളൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കും. അങ്ങനെ എടുത്ത് ഇട്ടാനാണ് ഞാൻ വിശക്കുന്ന അച്ചാന്ന് പറഞ്ഞാൽ അവിടെ ഒരു തന്നെ വിളി. അപ്പോൾ ഒരു ബ്രോക്കോളിയുടെ പീസ് എടുത്തോണ്ട് കൊടുത്തത്. അല്ല, ഇതിപ്പോൾ സോയാച്ചങ് ബിരിയാണി ആയില്ലേ ഗൈസ്? അപ്പോൾ എന്തായാലും സാധനം നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തുണ്ടായിക്കൊണ്ട് കൊടുത്താലും ഇവക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളത്. അല്ല, സീരിയസ്ലി സാധനം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതിനോട് ഗ്രീക്കോട്ടും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കിട്ടിലൊരു ഡിപ്പ് ഉണ്ടാക്കി കേട്ടോ. അതിന്റെ കൂടെ കഴിക്കാൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അമ്പൂട്ടിന് ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.